മുഗൾ രാജവംശത്തിന്റെ തിരുശേഷിപ്പുകൾ ഇന്നും ഈ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട്. അവയിൽ പലതും ഇന്നും ഈ രാജ്യത്ത് അഭിമാനമായി തലയുയർത്തിയതാണ് നിൽക്കുന്നത്. താജ്മഹലും കുത്തബ് മിനാറുമെല്ലാം അതിന് ഉദാഹരണമാണ്. ഡൽഹി എന്ന രാജ്യ തലസ്ഥാനം ഇന്ന് കാണുന്ന രീതിയിൽ നിർമ്മിച്ചെടുത്തതും മുഗൾ രാജവംശം തന്നെ. ആ തിരുശേഷിപ്പുകൾ എന്നേക്കുമായി അവസാനിപ്പിക്കാനുള്ള നീക്കമാണ് BJP-യിൽ നിന്നുമുണ്ടാകുന്നത്. 27 വർഷം കാത്തിരുന്ന് ദില്ലിയിൽ അധികാരം പിടിച്ചെടുത്ത BJP-ക്ക് ഡൽഹിയിലെ സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായ മുസ്ലിം പേരുകൾ മാറ്റാൻ ഉള്ള നീക്കം ആരംഭിച്ചിരിക്കുകയാണ്. സർക്കാർ രൂപീകരിച്ച ആഴ്ച 1 തികഞ്ഞതിന് പിന്നാലെ BJP പതിവ് കലാപരിപാടിയുമായി രംഗത്തേക്ക് വന്നു. തെക്ക് പടിഞ്ഞാറൻ ഡൽഹിയിലെ നജഫ്ഗഡിന്റെ പേരിൽ നഹർഗഡ് എന്നാക്കി മാറ്റണമെന്ന ആവശ്യമാണ് ആദ്യം BJP മുന്നോട്ട് വെക്കുന്നത്. BJP MLA നീലം പെഹൽവാൻ ഇക്കാര്യം ആവശ്യപ്പെട്ട് രംഗത്തേക്ക് വന്നു. 1/4 നൂറ്റാണ്ടിന് ശേഷം ഡൽഹി ഭരണം പിടിച്ച ശേഷം നടന്ന ആദ്യ നിയമസഭാ സമ്മേളനത്തിലായിരുന്നു പേരുമാറ്റം സംബന്ധിച്ച ആവശ്യം ഉയർന്നത്. നഹർഗഡ് എന്ന പേര് മുഗൾ ഭരണകാലത്ത് നജഫ്ഗഡ് എന്നാക്കി മാറ്റിയിരുന്നുവെന്നും അലം രണ്ടാമന്റെ മുഗൾ ഭരണകാലത്ത് നജഫ്ഗഡ് ഏറെ കഷ്ടതകൾ നേരിട്ടുവെന്നും അതിനാലാണ് പേര് മാറ്റുന്നതെന്നും പെഹൽവാൻ വാദിക്കുന്നുണ്ട്. 1857 കലാപത്തിൽ രാജാ നഹർ സിംഗ് പങ്കെടുക്കുകയും ഈ പ്രദേശം ഡൽഹിയുടെ കീഴിൽ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്തതായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ നജഫ്ഗഡിന്റെ പേര് മാറ്റത്തിനായിട്ട് നിരവധി അപേക്ഷകളാണ് നിലവിൽ ലഭിച്ചതെന്നും പെഹൽവാൻ പറയുന്നുണ്ട്. അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നജഫ്ഗഡിന്റെ നിന്നും ആം ആദ്മി പാർട്ടിയുടെ തരുൺ കുമാറിനെ 29,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് പെഹൽവാൻ MLA ആയത്. ഇതിന് പിന്നാലെയാണ് തന്റെ നിയമസഭാ മണ്ഡലത്തിന്റെ പേര് മാറ്റണമെന്ന് ഈ നേതാവ് ആവശ്യപ്പെടുന്നതും. നജഫ്ഗഡ് എന്ന പേര് മാറ്റുന്നതിനായിട്ട് വളരെ കാലമായി പരിശ്രമിക്കുകയാണെന്നും BJP തുറന്നു പറയുന്നുണ്ട്. പേരുമാറ്റൽ തീരുമാനം നിയോജക മണ്ഡലത്തിലെ ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് കരുതുന്നത് എന്നും നീലം പെഹൽവാൻ പറയുന്നു. പെഹൽവാന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഡൽഹിയിലെ മറ്റ് സ്ഥലങ്ങളുടെയും പേര് മാറ്റണമെന്ന ആവശ്യവുമായിട്ട് കൂടുതൽ BJP നേതാക്കൾ രംഗത്തേക്ക് വന്നു. RK പുരം നിയോജക മണ്ഡലത്തിലെ മുഹമ്മദ്പൂർ ഗ്രാമത്തിന്റെ പേര് മാറ്റി മാധവപുരം എന്നാക്കണമെന്ന് BJP MLA അനിൽ ശർമ്മയും അവകാശപ്പെട്ടു. മുസ്തഫാബാദിൽ ജയിച്ചതിന് ശേഷം മുതിർന്ന BJP നേതാവ് മോഹൻ സിംഗ് ബിഷിത് മണ്ഡലത്തിന്റെ പേര് ശിവ്പുരി അല്ലെങ്കിൽ ശിവ് വിഹാർ എന്ന് മാറ്റാൻ പദ്ധതിയിടുന്നതായിട്ടും പ്രഖ്യാപിച്ചു. അതേസമയം സ്ഥലങ്ങളുടെ പേര് മാറ്റുമെന്ന പ്രഖ്യാപനം വന്നതിന് പിന്നാലെ വലിയ പ്രതിഷേധവുമായി പരിസരവാസികൾ എത്തിയിട്ടുണ്ട്. സ്ഥലത്തിന്റെ പേര് മാറ്റുന്നത് കൊണ്ട് യാതൊരു ഗുണവുമില്ല എന്നും പകരം തിരഞ്ഞെടുപ്പിന് മുൻപ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കൂ എന്നുമാണ് നേതാക്കന്മാരെ അവരുടെ വോട്ടർമാർ ഓർമ്മിപ്പിക്കുന്നത്. എന്നാൽ തീരുമാനത്തിൽ നിന്നും പിന്നോട്ടില്ല എന്ന് പറഞ്ഞ BJP ഡൽഹി സർക്കാരിന്റെ ആദ്യ അജണ്ടകളിൽ ഒന്നായി ഇതിനെ ഉൾക്കൊള്ളിക്കുകയും ചെയ്തിരിക്കുകയാണ്.